നമ്മുടെ മുമ്പിൽ വലിയ മാതൃകകളുണ്ടായിരുന്നു. EMS ഉണ്ടായിരുന്നു, ചടയം ഗോവിന്ദൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ AKG ഉണ്ടായിരുന്നു. AKG ഒക്കെ ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ, എങ്കിലും വായിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. അവസാനം വരെ VS ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മളവിടെ എത്തി നിൽക്കുമ്പോൾ ദൈവം പോലെ കരുതുന്നവരൊക്കെ പാർട്ടിയിലുണ്ട്. നമ്മളന്നവരെ ദൈവമൊന്നും കരുതിയിട്ടില്ല. EMSനെ ഒരിക്കലും നമ്മൾ ദൈവമായിട്ട് കരുതിയില്ല, AKG ദൈവമായിട്ട് കരുതിയില്ല. പക്ഷേ ഒരു റോൾ മോഡലാണ്, അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. ഇന്നിപ്പോൾ റോൾ മോഡലും ദൈവമൊക്കെ ഒന്നാണ്. അതുകൊണ്ടാണ് അവതാരം വരുന്നത്. ദൈവത്തിനാണല്ലോ അവതാരം ഉണ്ടാവുക. അപ്പൊ അവതാരങ്ങൾ പെരുപ്പങ്കോട് മുരളി VSനെ പറ്റി പുസ്തകം എഴുതിയപ്പോഴും അവതാരം എന്നുള്ള വാക്കുണ്ട്. അല്ല, അവതാരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് 2016 നമ്മളോട് പറഞ്ഞത്. അതെന്തുകൊണ്ട്? സോളാർ കേസിൽ സരിത പോലെയുള്ള അവതാരങ്ങൾ വന്നിട്ടാണ് ഉമ്മൻചാണ്ടി പ്രശ്നമായതെന്നാണ്. സോളാർ കേസ് ഇപ്പോൾ എവിടെ പോയി നമുക്കറിയില്ല, അതുപോട്ടെ. ഇപ്പോൾ നമ്മൾ നോക്കുക, എത്ര അവതാരങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയി. എത്ര അവതാരങ്ങൾ! ഞാനിപ്പോൾ പേരൊന്നും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഈ അവതാരങ്ങൾ ഓരോന്നും കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള ദുരന്തങ്ങൾ മാത്രമല്ല, ഈ അവതാരങ്ങളൊക്കെ തന്നെ പാർട്ടിയുമായി നേരിട്ട് ഒരു തരത്തിൽ മറ്റു തരത്തിൽ ബന്ധപ്പെട്ട ആൾ. ഇപ്പോൾ നമ്മുടെ ജയിലിൽ കിടന്ന ഇയാൾ അഡീഷണൽ നമ്മുടെ ശിവശങ്കരൻ. അപ്പോൾ ഇവരൊക്കെ അവതാരങ്ങളായി പല ഘട്ടത്തിൽ വരുന്നു. ഏറ്റവും ഒടുവിലാണ് പോറ്റിയുടെ അവതാരം വരുന്നത്. അത് കൽക്കി അവതാരമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി അവസാനിക്കും, പ്രളയം വരും. അപ്പോൾ എന്തായാലും ഈ അവതാരങ്ങൾ ഇവിടെ വിലസണമെങ്കിൽ അവതാരങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് അവതാരങ്ങൾ എടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ തീരുമാനം വേണ്ടേ? ദൈവമാണല്ലോ അവതാരങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ദശാവതാരം എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ വിഷ്ണു തീരുമാനിക്കണം അവതാരം ഇനി വേണ്ടെന്ന്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അപ്പോൾ ആരാണ് ഈ വിഷ്ണു? ആരാണ് ഈ കേന്ദ്രം? കേരളത്തിലെയോ ഒരുപക്ഷെ ഇന്ത്യയിലെയോ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരാളേ ഉള്ളൂ, ദേവൻ. ബാക്കിയൊക്കെ ശിങ്കിടികളും ക്ഷേത്രപാലന്മാരും, ഭൂതഗണങ്ങളും ക്ഷേത്രപാലന്മാരും. അപ്പോൾ ആ ഒരാൾ ആരാണെന്ന് ഇപ്പം ഞാൻ രാമേന്ദ്രൻ എന്നോടോ ഇത് കേൾക്കുന്ന പ്രേക്ഷകരോടോ പറയേണ്ടതില്ല. അത് കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയിനെയും ഒക്കെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അദ്ദേഹം അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പാർട്ടിയിൽ ഇപ്പം എന്ത് സംഭവിക്കണമെങ്കിലും അദ്ദേഹത്തിനോട് ചോദിക്കണം, അല്ലാതെ ചെയ്യില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.